നീണ്ടകരയിൽ വലനിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികൾ സനാതനാണെന്ന് ബോധ്യപ്പെട്ട 10 വർഷമാണ് കടന്നു പോകുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ താമസിക്കാൻ ആളില്ലെന്നും ഫ്ളാറ്റ് വേണോ എന്ന് ചോദിച്ചിട്ടും ആളെ ലഭിക്കാത്തത്ര ഫ്ളാറ്റുകളാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഫ്ളാറ്റുകൾക്ക് ആളുകൾ ആവശ്യത്തിനുള്ളത്. അവിടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഫ്ളാറ്റുകൾ പൂർത്തിയാകുന്നതോടെ അതും പരിഹരിക്കപ്പെടും. നീണ്ടകര വലനിർമ്മാണ ഫാക്ടറിയുടെ നിർമ്മാണം, ഷോപ്പിംഗ് കോംപ്ലക്സ്, വാർഫ്, ശക്തികുളങ്ങരയിലെ ബോട്ട് ബിൽഡിംഗ് യാർഡ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 50 മീറ്ററുള്ളിലുള്ള മത്സ്യത്തൊഴിലാളികളെ മാറ്റി താമസിക്കുന്ന പ്രക്രിയയിലും 3600ഓളം വീടുകൾ, ഫ്ളാറ്റുകൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പൂർത്തീകരിക്കുന്നുണ്ട്. 2016 ഗവൺമെന്റ് വരുമ്പോൾ കണ്ട ഒരു പ്രശ്നം, കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഭവനം നഷ്ടപ്പെട്ട് സർക്കാർ കെട്ടിടങ്ങളിൽ അന്തി ഉറങ്ങിയെങ്കിൽ ഈ നീണ്ടകര ഹാർബറിൽ നിന്ന് ഞാൻ പറയുന്നു, ഈ 10 വർഷം പിന്നിടുമ്പോൾ ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ നേട്ടം, ഒരു മത്സ്യത്തൊഴിലാളിയും വഴിയാധാരമല്ല, അവർ സനാഥരാണ് എന്ന് ഉറപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ഞാൻ നടത്തുന്നത്. ഇന്ന് നിർമ്മിച്ച ഫ്ളാറ്റിൽ താമസിക്കാൻ ആളില്ല. മണ്ണമ്പുറം ഫ്ളാറ്റിൽ 204 ഫ്ളാറ്റുകൾ കെട്ടിയിട്ട് 35 അപേക്ഷ വന്നു. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, എല്ലാ വീട്ടിലും കയറി ഫ്ളാറ്റ് വേണോ ചോദിക്കാൻ പറഞ്ഞു. എന്നാലും പറഞ്ഞു വേണ്ട എന്ന്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആവശ്യക്കാരുടെ എണ്ണം ഇപ്പോ ലേശം കൂടി നിൽക്കുന്നത്. അവിടെ 400 ഫ്ളാറ്റുകൾ ഇപ്പോ അവിടെ പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വലിയ തുറയിൽ കടകംപള്ളിയിൽ 225 ഫ്ളാറ്റുകൾ ഇപ്പോൾ പണി തുടങ്ങി. അതുകൂടെ പൂർത്തീകരിച്ച തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നം. ഇതാണ് കരുതലെന്ന് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് മാത്രമല്ല കരുതൽ, 47 നിയമസഭാ മണ്ഡലങ്ങളിലും മന്ത്രി എന്നതിൽ ഞാൻ പോയി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം. തങ്ങൾ അനാഥരല്ല, സനാഥരാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ട 10 വർഷമാണ് കഴിയുന്നത്. തീരപ്രദേശത്തെ സ്കൂളുകളുടെ വികസനം കണ്ട് താൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. പിന്നോക്കമായിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ മുന്നോക്കക്കാരായി സർക്കാർ മാറ്റി. തീരദേശ മേഖലയിലെ ആശുപത്രികളും നവീകരിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കരുതലാണ് സർക്കാർ ഈ കാലയളവിൽ നടത്തിയത്. നീണ്ടകരയിൽ ഉയരുന്ന വലനിർമ്മാണ കേന്ദ്രത്തിലൂടെ 150 പേർക്ക് തൊഴിൽ പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. തീരദേശത്തിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് 3 പ്രധാന പദ്ധതികൾ ഇവിടെ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന്, നമ്മുടെ മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള വലകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക. അത് സർക്കാരിൻ്റെ തന്നെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. നിലവിൽ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ ഈ 3 സ്ഥലങ്ങളിൽ മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ 3 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിവർഷം 1250 ടൺ വലകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മത്സ്യമേഖലയുടെ ആവശ്യമനുസരിച്ച് നോക്കിയാൽ 4000 ടണ്ണോളം വലകൾ നമുക്ക് ആവശ്യമാണ്. ഈ വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടാണ് സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി നീണ്ടകര ഫിഷിംഗ് ഹാർബറോട് അനുബന്ധിച്ച് ഒരു വല നിർമ്മാണശാല ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള പണം അനുവദിക്കുകയും ചെയ്തു. സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഈ മത്സ്യബന്ധന മേഖലയെ അടുത്ത ഒരു തലമുറയിലേക്ക്, അടുത്ത ഒരു പുതുയുഗത്തിലേക്ക് നയിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം 4 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച ഒട്ടുമിക്ക പദ്ധതികളും പൂർത്തീകരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതിന്റെയും ഒരു സന്തോഷ മുഹൂർത്തത്തിൽ തന്നെയാണ്. കൗൺസിലർ ദീപു ഗംഗാധരൻ, മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സഹദേവൻ, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി ഹെൻറി, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ ജി രാജദാസ്, സബീന സ്റ്റാൻലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.